ബഹുമാന്യ യോഗാധ്യക്ഷൻ, മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PS ജേക്കബ് അവർകൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ ഷെഹൻഷാ ഫെസ്റ്റിനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഉദ്യമം എന്നൊക്കെ ഇവരെ പറയുണ്ടായി. ആദ്യം തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് ഈ മനോഹര സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്ത, എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ഈ ഷെഹൻഷാ ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ. 2-3 മിനിറ്റ് എന്നൊക്കെ ഇപ്പോൾ കൈയൊക്കെ പൊക്കി എല്ലാവരും കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് നിർത്തിയിട്ട് പോകണമെന്നൊക്കെ. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ഈ ഷെഹൻഷാ ഫെസ്റ്റ് ഇവിടെ ചിറ്റൂരിൻ്റെ ഒരു ഉത്സവം പോലെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും ഇത്രയും ഭംഗിയായിട്ട് അലങ്കരിച്ച് അങ്ങനെയൊന്നും വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാം ഭയങ്കര പ്രോഗ്രാംസ് എല്ലാം നല്ല ദീപാലങ്കൃതമായിട്ടുണ്ട്. മനോഹരമായ ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഒരാളല്ല, ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് കൂട്ടായ പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരു സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ, അതായത് ഒരാളെ ശ്രദ്ധിക്കാതെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് റോഡ് സൈഡിൽ കിടന്നാൽ പോലും തിരക്കാണ്, ഭയങ്കര തിരക്കായിട്ട് നമ്മളെല്ലാം കടന്നു പോവുകയാണ്. ശ്രദ്ധിക്കാതെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ, ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ക്ലബ്ബുകൾ, ഇവർ ചെയ്യുന്ന ചാരിറ്റി അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ആ ഒരു സേവനം, അത് ഈ ഷെഹൻഷാ ക്ലബിന് പ്രശംസനീയമാണ്. ഞാൻ അഭിനന്ദിക്കുന്നു, എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഷെഹൻഷാ ക്ലബിൻ്റെ പ്രയാണം നല്ല രീതിയിൽ തന്നെ തുടരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നാളെ ഷെഹൻഷാ ക്ലബ്ബ് നല്ല ഉയരങ്ങളിലേക്ക് ആവട്ടെ, അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഒന്നുകൂടി പറയട്ടെ, നമ്മൾ കൊടുക്കുന്ന ഒരു പുഞ്ചിരിയിലോ ഒരു നല്ല വാക്കിലോ, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ചെറിയ സഹായത്തിലോ നമ്മൾ എവിടെയും ഓർമ്മിക്കപ്പെടുന്നുണ്ടാവും എന്ന വാക്കുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അടുത്ത ആശംസാ പ്രസംഗത്തിനായി ബഹുമാന്യനായ പുതുപ്പരിയാരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് മാത്യു അവർ. ഈ സംസ്കാര സമ്മേളന അധ്യക്ഷൻ ശ്രീ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ JK പേട്ടൻ, ഷെഹൻഷാ ക്ലബിൻ്റെ പ്രസിഡന്റ് തോമസ് ജോൺ, പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഞാൻ പേര് പറയാത്തത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ്. ഇവിടെ പ്രസംഗിച്ച എല്ലാവരും ഇങ്ങനൊരു കൂട്ടായ്മയുടെയും അതിൽ വേണ്ട പ്രോത്സാഹനത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, പറഞ്ഞു. എല്ലാം വളരെ ശ്ലാഘനീയമാണ്, നല്ലതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോണ്ട്, ഇന്നിപ്പോൾ എനിക്കൊരു നോട്ടീസ് കിട്ടി. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സോമൻ ചേട്ടൻ പറഞ്ഞു ഉള്ളതാണെന്ന് പറഞ്ഞു. അതായത് എവിടുന്നോ അയച്ചാൽ എനിക്കറിയാം. അതായത് നമ്മുടെ നാട്ടിൻപുറത്ത് നാടിൻ്റേതായ കലകളും ചടങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നു, ആഘോഷങ്ങളും കാലാനുസൃതമായ ആഘോഷങ്ങളും. അതായത് പണ്ട് വിളവെടുപ്പിൻ്റെ കാലത്ത് തന്നെ ഉത്സവങ്ങളൊരു കാലം. എനിക്ക് ഇന്നലെ കിട്ടിയ നോട്ടീസ് ഞാനിപ്പം ഷെഹൻഷാ ക്ലബിൻ്റെ ഗ്രൂപ്പിലിടാനായിട്ട് തോമസിനെ ഏൽപ്പിക്കാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് 1962 11/1/1962 പബ്ലിഷ് ചെയ്ത നോട്ടീസാണ്. പുതുപ്പരിയാരം കാളച്ചന്ത ആണ്ടുതോറും നടത്താനുള്ള പുതുപ്പരിയാരം കാളച്ചന്ത ജനുവരി 26, 27 തീയതികൾ വെള്ളി ശനിയാഴ്ച ദിവസങ്ങൾ പുതുപ്പരിയാരത്ത് നടക്കും. അതിനോടനുബന്ധിച്ച ആഘോഷങ്ങളും. അങ്ങനെ ഒരു നാടായിരുന്നു നമ്മുടെ നാട്. കാള പോയി, കണ്ടം പോയി, എല്ലാം പോയി, ആർക്കും താല്പര്യമില്ല. യന്ത്രം വന്നു എന്നാൽ പോലും ചെയ്യാൻ ആളില്ല, നോക്കട്ടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ തൊട്ടടുത്ത് ഇതിലും വലിയൊരു കാളച്ചന്ത കാക്കൂർ കാളവേൽ നിന്ന് കിടക്കുക, തുടരാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് ജല്ലിക്കെട്ട് നിരോധിച്ചപ്പോൾ അതിനെതിരെ കോടതികൾ കയറി സുപ്രീം കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് അതിനെ യുദ്ധം ചെയ്ത് ആ നാടിൻ്റെ ഉത്സവം തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തണം.
അതിനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇഷ്ടംപോലെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ ഏറ്റവും മുൻകൈ എടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അത് ഗവൺമെൻറ്റിലേക്ക് അയച്ച് ഗവൺമെൻറ്റാണ് അനുവാദം തരേണ്ടത്. സ്ഥാപനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അനുവാദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ചെയ്യണം. ഇങ്ങനെയുള്ള സാംസ്കാരിക ചടങ്ങുകൾ, സാംസ്കാരിക വേദികൾ പലതരത്തിൽ ഈ ഒരു കരയിലല്ല. ഇപ്പം നമ്മൾ മണക്കാടിനെ സംബന്ധിച്ച്, മണക്കാട് ഗ്രാമത്തെ സംബന്ധിച്ച് മണക്കാട് ഒരു കരയാണ്, ചിറ്റൂർ ഒരു കരയാണ്, അരിക്കുഴയുണ്ട്, പാറക്കടവുണ്ട്, കോളി. ഇങ്ങനെ നമുക്ക് ഈ നാടിൻ്റെ വിവിധ വൈവിധ്യമാർന്ന വൈവിധ്യപൂർണമായ സാംസ്കാരിക കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അതിനായിട്ട് വീണ്ടും മുന്നോട്ട് നടക്കണം. ചെറുപ്പക്കാരുടെ കുറവുണ്ടെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരുടെ കുറവല്ല, ഇവർ ഇപ്പോഴും ചെറുപ്പക്കാരായിട്ട് മനസ്സിൻ്റെ ചെറുപ്പം കൊണ്ട് നടക്കുന്ന ഷഹൻഷാ ഭാരവാഹികളെ ഞാൻ ഒന്നും കൂടി ആനുബന്ധിക്കും. നിങ്ങൾ ഉറച്ച കയ്യടി കൊടുത്തേ. അവർക്ക് ചെറുപ്പമാണ്, മനസ്സിലെ ചെറുപ്പമാണ് അവർക്ക്. അപ്പം എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.